കരിമ്പുഴ തോട്ടര വെള്ളിയിലംകടവ് തടയണ പദ്ധതി അട്ടിമറിക്കരുതെന്ന് കരിമ്പുഴ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ. പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി വിഭാവനം ചെയ്ത പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കണമെന്നും കെ എം ഹനീഫ ആവശ്യപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് 3 കോടി രൂപ ചിലവിൽ കേരളത്തിൽ ആദ്യമായി ഗോവൻ മാതൃകയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച പദ്ധതിയാണിത്. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കരിമ്പുഴ പഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമെന്ന് മുൻ ഭരണസമിതി വിലയിരുത്തിയിരുന്നു. പദ്ധതിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് മുൻ ഭരണസമിതിയുടെ കാലത്താണ് ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയതും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി വർക്ക് എഗ്രിമെന്റ് വെച്ചതും. വേനൽ മാസങ്ങളിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ ജലക്ഷാമം പരിഹരിക്കാൻ ഈ തടയണ സഹായിക്കും. തടയണ വരുന്നതോടെ പുതുവത്തുമല കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാകും. പരിസരത്തെ കർഷകരുടെ കൃഷി ആവശ്യങ്ങൾക്കും കിണറുകളിലെ ജലനിരപ്പ് ഉയർത്തുന്നതിനും ഈ പദ്ധതി വലിയ പങ്കുവഹിക്കും. കരിമ്പുഴ 2ാം വില്ലേജിൽ പുതുതായി നിർമ്മിച്ച ടാങ്കിലേക്ക് 125 HP മോട്ടോർ സ്ഥാപിച്ച് വെള്ളം പമ്പ് ചെയ്യാൻ ഈ തടയണ വന്നാൽ സാധിക്കും. എന്നാൽ ഇപ്പോഴത്തെ ഭരണസമിതി സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വഴങ്ങി പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് കെ എം ഹനീഫ ആരോപിച്ചു. തടയണ നിർമ്മാണം സാധ്യമല്ലെന്ന് കാട്ടി ജില്ലാ പഞ്ചായത്തിന് കത്ത് നൽകിയ നടപടി കരിമ്പുഴയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ചില കർഷകർ ഉന്നയിച്ച ആശങ്കകൾ മുൻപ് തന്നെ ചർച്ച ചെയ്ത് പരിഹരിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ പ്രഥമ ആവശ്യമായ കുടിവെള്ളത്തിന് മുൻഗണന നൽകേണ്ട ജനപ്രതിനിധികൾ പദ്ധതി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കരിമ്പുഴ പഞ്ചായത്തിലെ തോട്ടര കാഞ്ഞിരായി കടവത്ത് ഒരു ഗോവൻ മോഡൽ തടയണ ജില്ലാ പഞ്ചായത്തിൻ്റെ 3 കോടി രൂപയിലധികം ഫണ്ട് നീക്കി വെച്ചിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ASും TSും എല്ലാ തീരുമാനവും കഴിഞ്ഞ് ടെൻഡർ കഴിഞ്ഞ് വർക്ക് എഗ്രിമെൻറ്റും വെച്ച് മുന്നോട്ട് പോയ ഒരു പദ്ധതിയാണ്. ആ പദ്ധതി ശ്രീ ഉമ്മർ കുന്നത്ത് പഞ്ചായത്ത് പ്രസിഡന്റാകുന്ന സമയത്താണ് കരിമ്പുഴയിൽ വന്നത്. അതിനുശേഷം അതിൻ്റെ പരിപൂർണമായ പ്രവർത്തനങ്ങൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ് നടത്തിയത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ പഞ്ചായത്തിലൊരു തടയണ വരുന്നു. അപ്പോൾ ആ തടയണ വരുമ്പോൾ ആളുകളുടെ കൃഷിക്കാർക്കുള്ള ജല ലഭ്യതയെക്കുറിച്ചും അതുപോലെ തന്നെ ആളുകൾ അടുത്തുള്ള വീടുകളിലൊക്കെ കിണറിൽ വെള്ളം ധാരാളം കിട്ടും, അങ്ങനെയൊക്കെ അതിനെക്കുറിച്ച് ഉള്ളത് വരും, നല്ല കാര്യങ്ങൾ നടക്കും എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ കണ്ട മറ്റൊരു വലിയൊരു കാര്യം, പുതുവത്തുമലയിലെ 85 HP മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് പുതുവത്തുമല കുടിവെള്ള പദ്ധതിയിലേക്ക് ഇപ്പോൾ മോട്ടോർ വെള്ളം അടിക്കുന്ന പുഴയിൽ നിന്നാണ്. അതിൽ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ വെള്ളം നമുക്ക് കിട്ടാറില്ല, വളരെ കുറച്ച് വെള്ളമാണ് കിട്ടാറുള്ളത്. അന്ന് കാഞ്ഞിരപ്പുഴ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഡാം അല്പം തുറന്നു തന്നിട്ടാണ് വെള്ളം നമുക്കിവിടെ അടിക്കാൻ കഴിയുന്നത്. ഇന്ന് 85 മോട്ടോർ മാറ്റി 125 HP മോട്ടോർ വെക്കാൻ പോവാണ്. കാരണം കരിമ്പുഴ 2 വില്ലേജിലെ ഏറ്റവും വലിയ കുടിവെള്ള പ്രശ്നം നേരിടുന്ന പ്രദേശമാണ്. അവിടെ വലിയ ഒരു കുടിവെള്ള ടാങ്ക് നിർമ്മിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കൂടെ നമുക്ക് വെള്ളം അടിച്ചു കയറ്റണം. അപ്പം അതിന് നമുക്ക് ഇവിടെ ഈ തടയണ വരുമ്പോൾ ധാരാളമായി വെള്ളം ലഭ്യമാകും. അങ്ങനെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം എന്നേക്കുമായി നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് കണ്ടതുകൊണ്ടാണ് ഞാനും ശ്രീ ഉമ്മർ കുന്നത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പദ്ധതിക്ക് പരിപൂർണ സപ്പോർട്ട് കൊടുത്ത് ഇത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർക്ക് കത്ത് നൽകിയതായും അദ്ദേഹം പറഞ്ഞു. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.